അസ്സലാമുഅലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വൻപയർ വെജിറ്റബിൾ കറിയാണ്. വൻപയർ ഇഷ്ടമില്ലാത്ത ആൾക്ക് ഇതുപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിനു വേണ്ട സാധനങ്ങൾ: വൻപയർ 1/2 കപ്പ്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. കിഴങ്ങ് 2 ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വഴുതനങ്ങ 4 ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം കറിക്ക് ആവശ്യത്തിന്. എണ്ണ 2 ടേബിൾ സ്പൂണ്. ജീരകം 1/4 സ്പൂണ്. കറിവേപ്പില 2 തണ്ട്. ഉണക്കമുളക് 6 എണ്ണം. മുളക് പൊടി 1 ടീസ്പൂണ്. നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കണം. ഉപ്പ് ആവശ്യത്തിന്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് മിക്സിയിൽ പേസ്റ്റ് ആക്കാനുള്ളതാണ്. തക്കാളി 3, വെളുത്തുള്ളി 6 അല്ലി, ജീരകം 1/2 സ്പൂണ്, മല്ലിയില കുറച്ച്, വലിയ ഉള്ളി 1. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കണം. തേങ്ങ 1/2 മുറി ചിരവി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ജീരകം, ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കണം. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ജീരകവും മല്ലിയിലയും എല്ലാം പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വൻപയർ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറിക്കനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് വഴുതനങ്ങയും കിഴങ്ങും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ശരിയാണോ എന്ന് നോക്കണം. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കണം. എന്നിട്ട് 1 വിസിൽ വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ വേഗം വിസിൽ എടുത്തിടണം. ഇല്ലെങ്കിൽ വഴുതനങ്ങ കൂടുതൽ വെന്ത് ഉടഞ്ഞു പോവും. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വൻപയർ വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.